السلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദന്മാർ, അതുപോലെ തന്നെ പ്രിയം നിറഞ്ഞ സഹപാഠി സുഹൃത്തുക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദര സഹോദരിമാർ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസം അനുഗ്രഹീതമായ ഈ അസ്ലബ് മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രവാചക സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ അവസരത്തിൽ ആദ്യമായി ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനവന്റെ നിരോധനമായ ഉന്നമരംഗത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട അതുല്യ വ്യക്തിത്വത്തിനുടമയാണ്. നമുക്ക് ദർശിക്കാൻ പറ്റും. എന്തെന്നാൽ ഗോത്രമഹിമയുടെയും കുലതയുടെയും പേരിൽ ഒറ്റുപാത്രം പോലെ കലഹിച്ചിരുന്ന പരിശുദ്ധ മക്കാമയുടെ കാരുണ്യത്തിലെ അസംസ്കൃതരായ കാട്ടറബി സമൂഹത്തെ മഹത്തായ ചിരസ്മരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിയറ വെച്ചത് ഇഹലോക ജീവിതത്തിലെ സുഖാനുഭൂതികളെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി അന്നെല്ലാം ത്യജിച്ച് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി അസൗഖ്യം വരിച്ച് ഈന്തപ്പനയോടങ്ങളിൽ അന്തിയിറങ്ങിയ സാക്ഷര മദീനയുടെ രക്ഷകനായ രാജകുമാരൻ ശഫീഉൽ വറാ ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ മുസൽമാനായി പിറന്ന ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയാണ്. അന്ധകാരത്തിന്റെ അന്ധകലാഹങ്ങളെ ചോടിച്ച ഇസ്ലാമിക പൈതൃകം ഒളിച്ചു വാർത്തെടുക്കാൻ സ്വഹാബത്തുൽ കിറാമിന് സാധിച്ചത് മദീനയുടെ പച്ച ഛായ ധരിക്കപ്പെട്ട ഖുബ്ബത്തുൽ ഖദറാ, പച്ച കുബ്ബയുടെ കീഴിൽ സ്വർഗ്ഗം പെയ്ത വിശ്വശില്പിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ആ കാരുണ്യത്തിന്റെ പ്രവാചകരെ മറ്റാരെക്കാൾ സ്നേഹിക്കൽ നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അതല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റു ജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ലെന്ന് ലോകത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉഹദ് യുദ്ധത്തിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ല് കൊഴിഞ്ഞു പോയി എന്ന് അകലിൽ നിന്ന് വന്ന കാഫില കൂട്ടമാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു വിവരം പറഞ്ഞത്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? എന്റെ ഹബീബിനില്ലാത്ത പല്ല് എനിക്കും വേണ്ടെന്ന് വെച്ച് താഴവിനോട് കല്ല് തന്റെ പല്ലിലേക്ക് ആഞ്ഞെടുക്കുകയാണ്. ഇതാണ് സുഹൃത്തുക്കളെ ഹുബ്ബുൻ നബി, ഇതാണ് മദ്ഹുൻ നബി. ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണ്? നേരം പുലർന്നതിന് മുമ്പ് തിയേറ്ററുകളിലേക്ക് പോയി സിനിമ കാണുകയും മറ്റുള്ള എല്ലാ ദുഷ്പ്രവർത്തനങ്ങളും ചെയ്യുന്നതോടൊപ്പം ഈ ദുനിയാവിന്റെ ലാഭമാണ് വലുതെന്ന് കരുതിപ്പോയ മുസ്ലിം ചെറുപ്പക്കാരാ, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞ മദീന നിവാസികൾ 3 രാവും പകലും ഒന്നടക്കം കാത്തിരിക്കുകയാണ്. അവസാനം ഈന്തപ്പന മരത്തിന് മുകളിൽ കയറുന്നവരാണ് ആദ്യം സ്വാഗതം പാടിയത്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വമാ ആതാകും റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ അത് നിങ്ങൾ സ്വീകരിച്ചു പാലിക്കണേ. വമാ നഹാകും അൻഹു ഫന്തഹു. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം ചെയ്യാതിരിക്കാൻ വേണ്ടി സൂചിപ്പിച്ചിട്ടുണ്ടോ അവയെ തൊട്ട് നിങ്ങൾ ദൂരത്താവനെ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തക്ബീർ വിളിക്കുന്നത് ഹബീബിന് വേണ്ടിയല്ലേ? മുദ്രാവാക്യം വിളിക്കുന്നത് മുത്തിന് വേണ്ടിയല്ലേ? സ്വാഗതമോദിന്റെ രാജകുമാരന് വേണ്ടിയല്ലേ? മുറുകെ പിടിക്കേണ്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളില്ലേ? ഏത് സുന്നത്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? കടൽ കടന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചും വാരിപ്പുണർന്നും എല്ലാ കലക്കാഴ്ചകളും വാരി വരച്ച് കഴിഞ്ഞിട്ട് ലോകത്തിന്റെ ഭീമർസിതയുടെ എല്ലാ ഭാവങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്നവരാണ് നാം. ഇനിയെങ്കിലും നമുക്ക് മാറണ്ടേ സുഹൃത്തുക്കളെ? ലോക സാമ്രാജ്യത്തിന്റെ ഭീമ സെലക്ഷനിക്കപ്പെട്ടോ അവരുടെ മുമ്പിലൂടെ കടന്നു പോകാൻ റബീഉ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഇത്തരം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.